بسم الله الرحمن الرحيم يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل. يا من يرى ويرى مناط عروقها في نحرها والمخ من تلك العظام النحل. يا من يرى. السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. ബഹുമാന്യരായ കേരള നദുവത്തുൽ മുജാഹിദീൻ ശാഖാ ഭാരവാഹികളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ സമയത്തും സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ അനിവാര്യമായതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ നമുക്കേവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഈ പ്രദേശത്തും പരിസരങ്ങളിലും കേരള നദുവത്തുൽ മുജാഹിദീൻ അതിൻ്റെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ആ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ലാതെ രക്ഷയുടെ മാർഗം മറ്റൊന്നുമില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സ്വഹാബത്തിന്റെയും മാർഗം, ആ മാർഗത്തിൽ നിന്നും സമൂഹം വ്യതിചലിച്ചു പോകുന്നത് കാണുമ്പോൾ അതിലേക്ക് തന്നെ നാം തിരിച്ചു പോകണമെന്ന നിർബന്ധ ബുദ്ധി. കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമുദായം 73 കക്ഷികളാകും, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ആ രക്ഷപ്പെടുന്ന ആ ഒരു വിഭാഗത്തെ പറ്റി അവിടുന്ന് പറഞ്ഞത് മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. അതുകൊണ്ട് തന്നെ ആ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോകുന്നതെല്ലാം സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക, സമൂഹത്തെ പഴയതിലേക്ക് റസൂലുള്ളയുടെയും സ്വഹാബത്തിന്റെയും മാർഗത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണ രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നതിന്റെ ചരിത്രവും അതിന്റെ വർത്തമാനവും അറിയുന്നവരാണ് വാവാടും പരിസര പ്രദേശങ്ങളിലുമുള്ളവർ. യഥാർത്ഥത്തിൽ തൊട്ടടുത്ത സ്ഥലത്ത് മണ്ണിൽക്കടവിൽ ഒരു സലഫി മസ്ജിദ് എങ്ങനെ ഉണ്ടായി എന്നത് ഈ വേദിയിൽ വെച്ച് വിശദീകരിക്കാതെ എല്ലാവർക്കും അറിയാം. അതിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് വിഘടിത സമസ്തയോടാണ്. 40 അംഗ സമസ്തയിൽ നിന്നും 6 ആൾ ഇറങ്ങിപ്പോന്ന് ബാക്കി 34 ആളെയും ചേർത്തുകൊണ്ട് കാന്തപുരം സമസ്തയുണ്ടാക്കി. ആ സമസ്തയുടെ ആളുകളാണ് യഥാർത്ഥത്തിൽ
മണ്ണിൽക്കടവിൽ ജനങ്ങൾക്ക് ഞങ്ങളുടെ ആദർശങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി 8ഓളം ഖണ്ഡന പ്രസംഗങ്ങൾ മണ്ണിൽക്കടവ് അങ്ങാടിയിൽ വെച്ച് നടന്നിരുന്നു. ആ ഖണ്ഡന പ്രസംഗങ്ങളിലൂടെ മാറിയവരാണ് പിന്നീട് മണ്ണിൽക്കടവിൽ ഒരു പള്ളി ഉണ്ടാകുവാൻ കാരണമായി തീർന്ന KNM യൂണിറ്റിന്റെ ഭാരവാഹികളും പ്രവർത്തകരുമായി മാറിയത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നടത്തുവാൻ കാരണമായി തീർന്ന കാന്തപുരം വിഭാഗത്തോടുള്ള ഞങ്ങൾക്കുള്ള അഗൈതകമായ നന്ദി പറയാതെ ഈ പ്രസംഗം തുടങ്ങാൻ എനിക്ക് സാധ്യമല്ല. ഏതേതെല്ലാം പ്രദേശങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ആ മിക്കവാറും സ്ഥലങ്ങളിൽ അതിനുള്ള വേദി ഒരുക്കി തന്നത് കാന്തപുരം വിഭാഗമാണ്. അതുകൊണ്ട് അവരോടുള്ള നന്ദി തുറന്നു പറയാതെ ഈ പരിപാടി തുടങ്ങുന്നത് ശരിയാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ സംവാദം എന്ന് പറയുന്നത്, മുഖാമുഖം എന്ന് പറയുന്നത്, വാദപ്രതിവാദം എന്ന് പറയുന്നത് ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിഷയത്തിൽ തുടങ്ങിയതല്ല. മറിച്ച് മണ്ണിൽക്കടവിൽ ആ ഖണ്ഡന പ്രസംഗങ്ങൾ നിരന്തരമായി നടന്ന് അവസാനം അവിടെ മുജാഹിദ് ഭാഗത്ത് നിന്ന് സംസാരിച്ച വ്യക്തിയുടെ ഉപ്പയെ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായപ്പോ അവിടെ നിരന്തരമായി ഷീട്ടുകൾ വരാറുണ്ടായിരുന്നു വേദിയിലേക്ക്, മുഖാമുഖത്തിന് തയ്യാറുണ്ടോ, സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന്. അങ്ങനെ സംവാദത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ബഹുമാന്യനായ മൂസ സാഹിബിന്റെ വീട്ടിൽ AP മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കാന്തപുരം സമസ്തയുടെ പണ്ഡിതന്മാർ വന്നത് മറന്നുപോയോ? അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും AP മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ആളുകളും മൂസ സാഹിബിന്റെ വീട്ടിൽ, കളത്തൊടുകിൽ മൂസ സാഹിബിന്റെ വീട്ടിൽ ഒന്നിച്ചിരുന്നു. അങ്ങനെ ആ സംവാദത്തെ കുറിച്ച് ചർച്ച ചെയ്തു. എങ്ങനെ അത് ഇല്ലാതായി പോയത്? ഞങ്ങൾ പറഞ്ഞു, ആ സംവാദം നടക്കുന്ന രംഗങ്ങൾ അങ്ങനെ തന്നെ വീഡിയോയിൽ പകർത്തുക, എന്നിട്ട് ലോക്കൽ ചാനലിലൂടെ എല്ലാവരും അവരുടെ വീടുകളിൽ വെച്ച് കാണട്ടെ. അവർ പറഞ്ഞു, അല്ല, പരസ്യമായിട്ട് വേണം, ജനങ്ങൾ എല്ലാവരും കൂടി ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് നടക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു, നടക്കണമെന്നാണ് ഉദ്ദേശമെങ്കിൽ ഈ ജനങ്ങളെല്ലാവരും എത്തിപ്പെടുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ അവരവരുടെ വീടുകളിൽ വെച്ച് ലോക്കൽ ചാനലുകൾ വിളിച്ചിത് കാണട്ടെ, വീഡിയോയിൽ പകർത്തി ജനങ്ങൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ വേണമെന്ന വാശിയിൽ ആ സംവാദം ഇല്ലാതായി പോയി. അപ്പൊ സംവാദത്തിനും വാദപ്രതിവാദത്തിനും മുജാഹിദ് പ്രസ്ഥാനം തയ്യാറാണ് എന്നതിന്റെ തെളിവായിരുന്നു അത്. അപ്പോൾ മാത്രമല്ല, ഇവിടെ തന്നെ നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു വിഷയം എങ്ങനെ വന്നു, എവിടുന്ന് വന്നു നമുക്കറിയാം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളാണ് അത്തരം ഒരു കാര്യത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. അവിടെയും മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു വിഷയത്തിൽ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് തയ്യാറുണ്ടെന്നാണ് രേഖാമൂലം മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് റബീഉൽ അവ്വൽ മാസത്തിലും 12-ാം തീയതിക്കും മതപരമായ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ പ്രത്യേകമായ എന്തെങ്കിലും ചെയ്തതായി സ്വഹീഹായ പ്രമാണങ്ങളിൽ ഒന്നും തന്നെയില്ല. അതിനാൽ ജന്മദിനാഘോഷം അനിസ്ലാമികമാണ്. ഈ വിഷയം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് രേഖാമൂലം മുജാഹിദ് പ്രസ്ഥാനം ഈ ആളുകളെ അറിയിച്ചിട്ടുണ്ട്. അതിന് അവർ നൽകിയിട്ടുള്ള മറുപടി ഇതാണ്: മൗലിദാകാശവുമായി ബന്ധപ്പെട്ട് സംവാദത്തിലുള്ള നിങ്ങളുടെ ക്ഷണം ഞങ്ങൾ സ്വീകരിക്കുന്നു. 2010 ഏപ്രിൽ 10-നകം സൗകര്യപ്രദമായ ഒരു തീയതി നിശ്ചയിച്ച് വ്യവസ്ഥകൾ തയ്യാറാക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. 25/3/2010 മുമ്പ് ഈ കത്തിന് മറുപടി തരേണ്ടതാണ്. അതിന് മുജാഹിദ് പ്രസ്ഥാനം കൊടുത്തിരിക്കുന്ന മറുപടി ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് റബീഉൽ അവ്വൽ മാസത്തിലും 12-ാം തീയതിക്കും മതപരമായ പ്രത്യേകതകൾ കൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ പ്രത്യേകമായ യാതൊരു കർമ്മവും ചെയ്തതായി സ്വഹീഹായ പ്രമാണങ്ങളിൽ ഒന്നും തന്നെയില്ല. അതിനാൽ ജന്മദിനാഘോഷം അനിസ്ലാമികമാണ്. ഈ വിഷയത്തിൽ സംവാദം നടത്തുന്നതിന് വേണ്ടി മധ്യസ്ഥന്മാർ മുഖേന വ്യവസ്ഥകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി 2010 ഏപ്രിൽ 15-ന് ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ആ കത്ത് കൊടുക്കുകയും കിട്ടിയതായി എഴുതി വാങ്ങുകയും ചെയ്തു. ഇവിടെ കൊടുത്തിരിക്കുന്ന 2 രേഖകളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിഷയം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് റബീഉൽ അവ്വൽ മാസത്തിനും 12-ാം തീയതിക്കും മതപരമായ പ്രത്യേകതകൾ കൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ പ്രത്യേകമായ യാതൊരു കർമ്മവും ചെയ്തതായി സ്വഹീഹായ പ്രമാണങ്ങളിൽ ഒന്നും തന്നെയില്ല. അതിനാൽ ജന്മദിനാഘോഷം അനിസ്ലാമികമാണ്. ഇതാണ് വിഷയം. ഈ വിഷയം 2 കത്തുകളിൽ ആവർത്തിച്ചപ്പോ
ഇതിന്റെ നേതാക്കന്മാർക്കറിയാം റബിയുൽ അവൽ മാസത്തിനോ റബിയുൽ അവൽ 12-നോ എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി സ്വഹീഹായ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല എന്ന് ഇതിന്റെ മുകളിലുള്ളവർക്കറിയാം. അതുകൊണ്ട് അവരുടെ മറുപടിയിലുള്ള വമ്പിച്ച ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് ശേഷം കിട്ടുന്ന കത്ത് തയ്യാറാണെന്നല്ല, അതിനു മുമ്പ് അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആർക്കാ തർക്കം? റസൂലുള്ള ഈ ലോകത്ത് ജനിച്ചു എന്നത് ലോകത്തിന്റെ അനുഗ്രഹമാണെന്ന് ആർക്കെങ്കിലും തർക്കണ്ടോ? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കാമെന്നത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാകയാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാകയാൽ മുസ്ലിം ലോകം ലോകാനുഗ്രഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതും സൽകർമ്മങ്ങൾ ചെയ്യുന്നതും ഒരു പ്രമാണത്തിനും വിരുദ്ധമല്ല. സതുദ്ദേശത്തോടെയാകുമ്പോൾ അള്ളാഹുവിങ്കൽ പ്രതിഫലാർഹവുമാണെന്ന് ഇബ്നു തൈമിയ മുതൽ ഇ.കെ. മൗലവി വരെയുള്ള മുജാഹിദ് നേതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് വിരുദ്ധമായി മൗലിദ് ഓതുന്നവർ കാഫിറാണെന്ന ഉമർ മൗലവിയും അനുയായികളുടെയും കണ്ടുപിടുത്തം സ്വന്തം നേതാക്കളെ പോലും തള്ളിപ്പറയലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നതിനെ തടയലുമാണ്. ഈ വിഷയത്തിൽ മധ്യസ്ഥന്മാർ മുഖേന സംവാദത്തിനുള്ള വ്യവസ്ഥ തയ്യാറാക്കാൻ 10-4, 24-4, 26-4 എന്നീ തീയതികളിൽ വൈകുന്നേരം 4 മണിക്ക് മുമ്പായി ഞങ്ങളുടെ പണ്ഡിതന്മാർ തയ്യാറാണ്. ഇവിടെ വളരെ വ്യക്തമായി വിഷയത്തിൽ അങ്ങ് മാറി. റബീഉൽ അവൽ മാസവും പോയി, റബീഉൽ അവൽ 12-ഉം അങ്ങ് പോയി. ഇവിടെയാണ് മാറ്റം. മറുഭാഗത്തുനിന്ന് വിഷയം ആദ്യം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ ഇസ്ലാമികമായ ആശയം അങ്ങ് കൊടുത്തപ്പോ മുജാഹിദുകൾ പിന്മാറി എന്ന് പറയുന്നത് ഇവിടെയാണ്. എവിടെ പോയി ഈ കത്തിൽ റബീഉൽ അവൽ മാസം? എവിടെ പോയി ഈ കത്തിൽ റബീഉൽ അവൽ 12? റബീഉൽ അവൽ മാസത്തിനോ റബീഉൽ അവൽ 12-നോ മതപരമായ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായി സ്വഹീഹായ വല്ല പ്രമാണവും ഹാജരാക്കാൻ പറ്റുമോ എന്ന വിഷയത്തിൽ നിന്നും കൊതറി മാറിയിട്ട് മറ്റു വിഷയങ്ങളിലേക്ക്, ഇബ്നു തൈമിയയിലേക്ക്, കാഫിറാക്കുന്ന വിഷയത്തിലേക്കെല്ലാമാണ് ചാടിപ്പോയത്. അവിടെ തന്നെ വിഷയത്തിൽ നിന്നും കൃത്യമായി ഇവർ തെന്നിപ്പാറിപ്പോയി. പിന്നീട് ഈ വിഷയത്തിൽ നിങ്ങൾ വിഷയത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട് എന്ന വിവരം ധരിപ്പിച്ചുകൊണ്ട് 18-4 വീണ്ടും കത്തുകൊടുത്തു. അങ്ങനെ വീണ്ടും കത്തടപാടുകൾ നടന്നു. ഇതിലെല്ലാം വിഷയം മാറിപ്പോയി എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ കത്തടപാടുകൾക്ക് ശേഷം ഒന്നിച്ചിരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. ആ തീരുമാനിക്കുന്നതിന് വേണ്ടി സുബഹിക്ക് ശേഷം ഇവരുടെ കാന്തപുരം സമസ്തയുടെ ഓഫീസിന് തൊട്ടടുത്ത് സുബഹിക്ക് ശേഷം പ്രവർത്തകർ ഒന്നിച്ചിരിക്കുകയാണ്. ആ ഒന്നിച്ചിരിക്കും മനസ്സിലാകണം, വിഷയത്തിൽ തെന്നിമാറിയെങ്കിലും ആ വിഷയത്തിലേക്ക് കൊണ്ടുവരികയും ആ വിഷയത്തിൽ സംവാദം നടത്തണമെന്നതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചിരിക്കാൻ തയ്യാറായത്. ആ ഒന്നിച്ചിരുന്നപ്പോ താമരശ്ശേരിയിൽ വെച്ചോ കൊടുവള്ളിയിൽ വെച്ചോ നമുക്ക് വാവാട് അത്തരം ഒരു സൗകര്യമില്ലാത്തത് കൊണ്ട് താമരശ്ശേരിയിൽ വെച്ചോ കൊടുവള്ളിയിൽ വെച്ചോ നമുക്ക് ഒന്നിച്ചിരിക്കാമെന്നും 10 വീതം ആളുകൾ ഇരുഭാഗത്തും ഉണ്ടാകട്ടെ എന്നും 2 മധ്യസ്ഥന്മാർ ഉണ്ടാകട്ടെ എന്നും അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്. അതേപോലെ തന്നെ ഹാള് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇരുഭാഗത്തുമുള്ള 2 പേരെ ഒന്നിച്ച് ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഒന്നാമത്തെ മധ്യസ്ഥനെ അവിടെ വെച്ച് തന്നെ തീരുമാനമായി. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ആദ്യത്തെ കത്ത് കൈമാറുവാൻ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയായ ഈ പ്രദേശത്തുകാരനായ എല്ലാവർക്കും അറിയാവുന്ന അബ്ദുൽ സത്താർ സാഹിബ്, അദ്ദേഹത്തെയാണ് സർവസമ്മതനായി ഒന്നാമത്തെ മധ്യസ്ഥനായി തീരുമാനിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളിയിൽ വരുന്ന ആളാണോ അദ്ദേഹം? മുജാഹിദിന്റെ പ്രവർത്തക സമിതിയിലെ മെമ്പറാണോ അദ്ദേഹം? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജനറൽ ബോഡിയിലെ അംഗമാണോ അദ്ദേഹം? ഈ 3 ചോദ്യത്തിനും അല്ല എന്നാണ് ഉത്തരം. മുജാഹിദ് പള്ളിയിൽ വരികയോ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനോ അല്ലാത്ത അബ്ദുൽ സത്താർ സാഹിബിനെ നിർദ്ദേശിക്കുന്നത് മുജാഹിദുകളാണ്. മുജാഹിദ് പ്രവർത്തകനായ ഒരാളെ അല്ല നിർദ്ദേശിക്കുന്നത് എന്നർത്ഥം. അതേപോലെ തന്നെ രണ്ടാമത്തത് നമുക്ക് നിർദ്ദേശിക്കണം, രണ്ടാമത്തെ ഒരാള് വേണം. മുജാഹിദ് പ്രസ്ഥാനം പേര് നിർദ്ദേശിച്ചു, വരലാട്ട് ഫൈസൽ. വരലാട്ട് ഫൈസൽ മുജാഹിദാണോ? മുജാഹിദ് പ്രവർത്തകനാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തക സമിതിയിലുണ്ടോ? മുജാഹിദിന്റെ പള്ളി കമ്മിറ്റിയിലുണ്ടോ? ഇല്ല. ഈ 2 പേരും മുജാഹിദുകളാണോ? അല്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, ഈ 2 പേരും മുജാഹിദുകളല്ലെങ്കിലും അനീതി ചെയ്യുകയില്ല. അവർ ഇതിന് മധ്യസ്ഥ വഹിക്കാൻ പറ്റും. പക്ഷേ വരലാട്ട് ഫൈസലിന്റെ പേര് പറഞ്ഞപ്പോ അത് പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് കാന്തപുരം സമസ്ത പറഞ്ഞത്. ആയിക്കോട്ടെ, അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പിന്നീട് അറിയിക്കാം. അടുത്ത ഒരു മധ്യസ്ഥൻ ആരാണ് എന്ന വിഷയം ഞങ്ങൾ പിന്നീട് അറിയിക്കാം എന്നാണ് അവർ പറഞ്ഞത്. രാത്രി വിളിച്ചുകൊണ്ട് പറയുന്നു,
എരഞ്ഞോണയിലുള്ള മുജീബ് എന്ന വ്യക്തിയാണ് അവർ ഫോണിലൂടെ അറിയിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനവുമായി സ്വാഭാവികമായും അങ്ങാടിയിലൊക്കെ ഉണ്ടാകുന്ന ചില ചർച്ചകളിൽ അല്പം കയർത്ത് കയർക്കാനുള്ള കാരണം ഒരുപക്ഷെ മുജീബ് സാഹിബിന്റെ ആ ആദർശത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്.